ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് ഒരു എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഡോ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ വന്നിട്ട് 2 പച്ചമുളകും കൂടി ജസ്റ്റ് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഫുള്ളായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ബോയിൽ ചെയ്തെടുത്ത 2-3 പീസസ് ബീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, അല്ലാതെ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഫുള്ളൊന്ന് ഇളക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ബീഫ് മസാലയും പിന്നെ വന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഈ ഒരു മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് നമ്മൾ ഈ ഒരു എഗ്ഗ്. അപ്പം എഗ്ഗും ഞാൻ ഇതുപോലെ തന്നെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഇതുപോലെ ഒരു 4-5 പാർട്ടാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഇത് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ എന്തെങ്കിലും നമ്മളെ ഡബ്ബേൻ്റെ എല്ലാം അടപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിൽ സെൻട്രലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നല്ല വൃത്തിക്ക് അത് എന്താ പറയുക, അതിൻ്റെ സൈഡിലൊന്നും ആവാതെ തന്നെ നല്ല വൃത്തി വെക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തെടുത്ത ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് 4 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ മെയിനായിട്ടുള്ള പണി ജസ്റ്റ് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് എന്താ പറയുക മെടഞ്ഞെടുക്കുക, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഇതുപോലെ ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പം എനിക്കറിയുന്ന പോലെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കാണാനും നല്ലൊരു ലുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഡോവും ഇതുപോലെ തന്നെ പരത്തിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ജസ്റ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഓൾറെഡി നല്ല കുക്കായതല്ലേ, അപ്പം ജസ്റ്റ് അതിൻ്റെ ആ ഒരു കോട്ടിങ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഞാനിവിടെ എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.